ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അദ്കാർ എന്ന ഗ്രന്ഥത്തിൽ സ്വലാത്തിൻ്റെ മഹത്വം പറയുന്ന സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയാലുള്ള മഹത്വം പറയുന്ന സ്ഥലത്ത് ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് പറയുന്നുണ്ട്. അൻ ജാബിറും റളിയല്ലാഹു അൻഹു, ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസ് ഖാല, ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ദുകിർതു ഇൻദഹു, ഒരാളുടെ അടുക്കൽ എന്നെ പറ്റി പറയപ്പെട്ടു. റസൂലുള്ളാഹിൻ്റെ പേര്, റസൂലുള്ളാഹിനെ പറ്റിയുള്ള ചർച്ചകൾ ഒരു മനുഷ്യൻ്റെ അടുക്കൽ പറയപ്പെട്ടു. ഫലം യുസല്ലി, അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എൻ്റെ പേര് കേട്ടിട്ട്, എന്നെപ്പറ്റി പറയുന്നത് കേട്ടിട്ട് അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല. എന്നാൽ ഫഖദ് ഷഖിയ, തീർച്ചയായും അവൻ പരാജയപ്പെട്ടിരിക്കും. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ ബഖീലു മൻ ദുകിർതു ഇൻദഹു, പിശുക്കൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടുക്കൽ എന്നെ പറ്റി പറയപ്പെട്ടു, ഫലം യുസല്ലി അലയ്യ, അവൻ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, അവനാണ് പിശുക്കൻ. ഈ രണ്ടാമത് പറഞ്ഞ ഹദീസ് തുർമുദി ഇമാം തൻ്റെ സ്വഹീഹു തുർമുദിയിൽ പറഞ്ഞ ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണെന്ന്, ഹദീസുൻ ഹസനും സ്വഹീഹ് ആണെന്ന് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധാരാളമായി സ്നേഹിക്കാനും അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേലിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.